നിലമ്പൂരിലെ ഓരോ ചലനവും രാഷ്ട്രീയ കേരളം കാതോർക്കുക തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ ഉത്സവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജൂൺ 19 നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘോഷം വീരോറ്റ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെക്കുന്നത് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികളെ ആവേശഭരിതരാക്കുക തന്നെയാണ്. LDF മുന്നോട്ട് വയ്ക്കുന്ന സംവാദ വിഷയങ്ങളിലൂന്നിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നേറുന്നത് തന്നെ. ജനക്ഷേമവും വികസനവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും പെൻഷൻ വിതരണവും പട്ടയ വിതരണവും ഒക്കെ ചർച്ചകളിൽ സജീവവുമാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകളെ പൈങ്കിളിവൽക്കരിക്കാനുള്ള നിസ്സാരവൽക്കരിക്കാനുള്ള UDF ശ്രമം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ശ്രമം തുടക്കം മുതൽ ധീരമായ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് തകർത്ത് കളയാൻ LDFനും മുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എന്താണ് ഇത്ര കാലതാമസം? നിലമ്പൂരിൽ ജനിച്ചു വളർന്ന സ്വരാജിന് ജന്മനാട്ടിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? തുടങ്ങിയ വെല്ലുവിളികളാണ് ആദ്യഘട്ടത്തിൽ UDF കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ ഊറ്റം കൊണ്ടായിരുന്നു കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ നിലവാരത്തിന് ഒട്ടും ചേരാത്ത തരത്തിലുള്ള ഇത്തരം പ്രചാരണങ്ങൾ വന്നത് തന്നെ. ചില വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഇത്തരം വൃത്തികെട്ട പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെയ് 30 CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സെക്രട്ടേറിയറ്റ് അംഗവും വാഗ്മിയും എഴുത്തുകാരനുമായ M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കും വരെ മാത്രമേ ഈ വാചകങ്ങൾക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. M സ്വരാജിന് മണ്ഡലത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയാതീതമായി ലഭിക്കുന്ന വർദ്ധിച്ച സ്വീകാര്യത കാണുമ്പോൾ നേരത്തെ സ്വരാജിന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചവർക്ക് വൈകിയാണെങ്കിലും അബദ്ധം മനസ്സിലാവുകയായിരുന്നു. ഏറ്റവും നീചവും വ്യക്തിപരതയിലേക്ക് നീണ്ടുപോയേക്കാവുന്ന ദുരാരോപണങ്ങളും കടന്നാക്രമണങ്ങളുമാണ് UDFൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുവെന്നും ക്ഷേമ പെൻഷനുകൾ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി പണമാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ബൂമറാങ് പോലെ UDF പാളയത്തിൽ തന്നെ ചെന്ന് പതിക്കുകയായിരുന്നു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉന്നയിച്ച ആരോപണം, അതായത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിലെ ചരിത്രത്തെ സംവാദ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ സഹായകം തന്നെയാവുകയായിരുന്നു. 1969 ജൂൺ 16 EMS സർക്കാർ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ സംഘപരിവാറുമായി ചേർന്ന് കോൺഗ്രസ് നടത്തിയ സമരം മുസ്ലിം വിരുദ്ധതയിലൂന്നി അവരുയർത്തിയ കുട്ടിപ്പാകിസ്ഥാൻ, മാപ്പിളിസ്ഥാൻ എന്നീ ആക്ഷേപങ്ങൾ എല്ലാം രാഷ്ട്രീയ സംവാദങ്ങളിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ക്ഷേമ പെൻഷനുകളെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ചതിനുള്ള രാഷ്ട്രീയ മറുപടി ഈ മാസം 19 പോളിംഗ് ബൂത്തിലെത്തുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ 40,000-ലേറെയുള്ള പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് UDFന് ലഭിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. കൈക്കൂലിയല്ല, തങ്ങളുടെ അവശതയിലെ കൈത്താങ്ങാണ് പെൻഷൻ എന്ന് തിരിച്ചറിയുന്നവരാണ് UDF ഭരിക്കുമ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് അവർ തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല, 18 മാസം വിതരണം മുടക്കുകയും ചെയ്തു എന്നുള്ള സത്യം UDFനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ LDF സർക്കാർ നടപ്പാക്കിയ 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണം തീർച്ചയായും LDFന് മേൽക്കൈ നൽകുക തന്നെയാണ്. ചിട്ടയായ പ്രവർത്തനത്തോടെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് മുന്നേറുമ്പോൾ രാഷ്ട്രീയ അസ്ഥിരതയുടെ കൂടാരമായി UDF പതറുകയാണ്. PV അൻവർ സൃഷ്ടിക്കുന്ന അസ്വാരസ്യങ്ങളും അലോസരങ്ങളും UDFന് കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുകയാണ്. LDF പക്ഷത്ത് നിന്ന് UDF പാളയത്തിലെത്തിയ മുൻ MLA-യുടെ നിരന്തര ചാഞ്ചാട്ടങ്ങളും പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഹിറ്റ്ലർ എന്ന് വിളിച്ചുള്ള പരസ്യ വിമർശനവും വെല്ലുവിളികളും അൻവറിനെ അനുനയിപ്പിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രാത്രി സഞ്ചാരവും എല്ലാം UDFന്റെ ശൈഥില്യവും അന്തചിത്രയുമാണ് വിളിച്ചോതുന്നത്. BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ UDF എന്ന വസ്തുതയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം തന്നെ. UDF ഘടകകക്ഷി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന സമിതി അംഗമായ മോഹൻ ജോർജ് ആണ് BJP സ്ഥാനാർത്ഥി തന്നെ. മുന്നണിയുടെ മുൻ നേതാവായ BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം പോലും നിലമ്പൂരിൽ UDFനെ പ്രതിരോധത്തിലാണ് ആക്കുന്നത്. ശരിയുടെ രാഷ്ട്രീയത്തിന് തെളിമയുള്ള ചുവരെടുത്താണ് നിലമ്പൂരിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ജനവിരുദ്ധതയ്ക്കും വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന അവരുടെ മനുഷ്യവിരുദ്ധ നിലപാടുകൾക്കുമേ LDFന്റെ വികസന രാഷ്ട്രീയവും മനുഷ്യപക്ഷ നിലപാടുകളും വെന്നിക്കൊടി പാറിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്.